എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടും ഒരു തരി പോലും കയ്പില്ലാതെ പാവയ്ക്ക എങ്ങനെയാണ് കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കുന്നതെന്നാണ്. ഒരു വീഡിയോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നല്ല ചൂട് ചോറിനൊപ്പവും അതുപോലെ നല്ല ചൂട് കഞ്ഞിയുടെ ഒപ്പമൊക്കെ സൈഡായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം വൈകിട്ട് കുറിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഒരു തരി പോലും കയ്പില്ലാതെ പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിലാണ് പാവയ്ക്ക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടും. ഇനി ഒരു തരി പോലും കയ്പില്ലാതെ കിട്ടുന്നതിനായിട്ട് ആദ്യമേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ 1.5 സ്പൂൺ അളവിലൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ നല്ല പുളിപ്പുള്ള തൈര് വേണം എടുക്കാനായിട്ടും. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും കൂടെ മൂടി വെച്ച് കൊടുക്കണം. അങ്ങനെ 10 മിനിറ്റ് നേരം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ചതിന് ശേഷം പാവയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാവയ്ക്ക വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മളിതിലേക്ക് കുഴിച്ചിട്ടുള്ള തൈര് മാത്രം മതിയാകും. അതുപോലെ നമ്മൾ കുഴിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഉപ്പിൽ നിന്നെല്ലാം ഊറി വരുന്ന വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ പാവയ്ക്ക വേവിച്ചെടുക്കുന്നത്. അതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 1 മിനിറ്റ് നേരം ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഊറ്റുപാത്രത്തിലേക്ക് നമുക്ക് പാവയ്ക്ക ഒന്ന് ഊറ്റി മാറ്റാവുന്നതാണ്. പാവയ്ക്ക അധികം ഒന്നും വേവിച്ച് ഉടച്ച് കളയരുത്. ഈ ഒരു രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം ഊറ്റുപാത്രത്തിൽ നിന്നും വെള്ളം എല്ലാം പോയി വരുന്ന സമയത്ത് വലിയൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്നിലൊന്നും മുട്ടാതെ നമുക്ക് നിരത്തിയെടുക്കാവുന്നതുമാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ ഒറ്റ വെയിൽ കൊണ്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. പാവയ്ക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ കനത്തിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതും. ഇതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിവിടെ ഉണക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു 1/2 കിലോ പാവയ്ക്ക ഉണങ്ങി വന്നപ്പോഴേക്കും ഇത്രയും അളവിലേക്കൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഒന്ന് മുരിച്ചുകൂടെ എടുക്കാം. ഇപ്പോൾ പാവയ്ക്ക കൂടുതലായി കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ഒരു തരി പോലും കേടാവാതെ നമുക്ക് ഈ പാവയ്ക്ക എല്ലാം സൂക്ഷിക്കാവുന്നതുമാണ്. നമുക്ക് കുറച്ച് പാവയ്ക്ക എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ചൂടായ അയൺ പാനിലേക്ക് നമ്മൾ നേരത്തെ ഉണക്കിയെടുത്തിട്ടുള്ള പാവയ്ക്ക കുറച്ച് വാരിയിട്ട് കൊടുക്കാം. വാരിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് കൂടെ ചേർക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം ആയിരിക്കണം പാവയ്ക്ക എണ്ണയിലേക്ക് വാരിയിട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കോരിയും കൂടെ മാറ്റാം. ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള പാവയ്ക്ക നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു പാവയ്ക്കയും നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇന്നത്തെ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.